തിരുമേനി. വരവിന്റെ സൂചന കിട്ടി. പൂജകളിൽ വിഘ്നമൊന്നും അല്ലേ? അതെ. അടങ്ങിക്കൊണ്ടിരുന്ന സർപ്പകോപം വീണ്ടും ഉയർന്നു. അതാ സംഭവിച്ചത്. ഒരു സംശയമുണ്ട്. പറയൂ. ഇന്നലെ കൃഷ്ണയ്ക്ക് പകരം ഗാഥയാണോ പൂജയിൽ പങ്കെടുത്തതെന്ന സംശയം. അങ്ങനെ ചില സൂചനകൾ കിട്ടിയിരുന്നു. പൂജയ്ക്ക് ആരുടെ ഭാഗത്തു നിന്ന് തടസ്സം വന്നാലും അത് പൂജ നടത്തുന്ന പെൺകുട്ടിയാണ് ബാധിക്കുക എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതല്ലേ? എന്നിട്ടും ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചൊരാൾമാറാട്ടം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ പറ്റിപ്പോയി. ഇനി ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇനിയൊരവസരത്തിൽ ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് നമ്മുടെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാം തീർന്നിട്ടുണ്ടാവും. അറിയാലോ, പ്രസാദിച്ചു തുടങ്ങിയ നാഗങ്ങൾ വീണ്ടും പകയിലേക്ക് തിരിഞ്ഞാൽ ആപത്താണ്. വ്രതം നോക്കുന്ന പെൺകുട്ടിയുടെ ജീവന് പിന്നെ ഒരു ഉറപ്പുമില്ല. തിരുമേനി, പ്രാർത്ഥന, അടിയുറത്ത പ്രാർത്ഥന. ഇത് കറക്റ്റ്. സെറ്റ്. ഇതെന്താ മോണിക്കുഞ്ഞെ, ബർത്ത്ഡേക്ക് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ മൊത്തം അലങ്കരിക്കുകയാണല്ലോ. ഈ അലങ്കാര പണികളൊന്നും അമ്മായിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കത്തില്ലെന്നേ. പിന്നെന്താ തുടങ്ങി അയാളുടെ ഓരോ വർത്താനം. എന്താ പറഞ്ഞാലും എതിര് മാത്രമേ പറയുള്ളൂ. താനിവിടുത്തെ ശമ്പളക്കാരനാണെന്നുള്ള കാര്യം മറക്കണ്ട. അതെ, ഞാൻ ശമ്പളക്കാരനാ. പക്ഷെ നിങ്ങളുടെ ശമ്പളക്കാരനല്ല. നവീൻ സാർ എനിക്ക് ശമ്പളം തരുന്നുണ്ടെങ്കിലേ നവീൻ സാർ പറയുന്ന ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുമുണ്ട്. നീ അധികം കളിക്കണ്ട മാണിക്കുഞ്ഞെ. ഒരിക്കലും ഇവിടെ നിന്ന് പുറത്തു പോയത് മറന്നിട്ടില്ലല്ലോ. അയ്യോ, മറന്നിട്ടില്ലേ? പക്ഷെ കേറിയതും ഞാൻ മറന്നിട്ടില്ല. അത് നിങ്ങളും മറക്കാതിരുന്നാ മതി. നിർമ്മലേ, നിങ്ങൾ എല്ലാരും കൂടിയാ ഈ അലങ്കാരങ്ങളൊക്കെ നടത്തുന്നത്? പിന്നെ ഞങ്ങൾക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ? ഓ, അതിനൊക്കെ വേണ്ടിട്ട് കുപ്പിന്ന് വന്നൊരു ഭൂതത്തെ നവീൻ ഇവിടെ നിർത്തിയിട്ടുണ്ടല്ലോ. പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ച. പിന്നെ അമ്മാവും കൂടെ ജീവിക്കുന്നത് കൊണ്ട് ഭൂതത്തെയും പ്രയത്തൊക്കെ അമ്മായിക്ക് നന്നായിട്ട് തിരിച്ചറിയാം. മനക്കുഞ്ഞെ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അയ്യോ, ഒരു സഹായവും വേണ്ടേ? ഒരാത്തിന് വയ്യാതിരിക്കുമല്ലേ? അതിനൊന്നും കുഴപ്പമില്ലെന്നേ. ഈ ഒരു ചെറിയ പൊള്ളലുകൊണ്ട് ഉദയം തളരത്തൊന്നുമില്ല. താനും ഇങ്ങോട്ട് തന്നെ അങ്ങ് മാറിയിക്ക്. ഞാൻ ഇപ്പൊ ഇതെല്ലാം റെഡിയാക്കി തരാം. എന്താ ഉദയത്? നിങ്ങൾ 3 പേരും ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം. പക്ഷേ അതിനു മുമ്പുള്ള സഹായങ്ങളൊന്നും ദയവ് ചെയ്ത് വേണ്ട. അതെ, ഏട്ടനും അമ്മയൊക്കെ ഇങ്ങനെ ഞങ്ങളെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാ അവസാനം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ കാണിക്കും. നിങ്ങൾ കാണിക്കുന്ന അബദ്ധങ്ങൾക്കൊക്കെ ഉത്തരം പറയണമെങ്കിലേ അത് വളരെ ബുദ്ധിമുട്ടാണ് നിർമ്മലേ. മാത്രമല്ല, സത്യം പറഞ്ഞ എനിക്ക് നിങ്ങളെ പേടിയുണ്ട്. കഴിഞ്ഞ ദിവസം പൂജയിൽ കാണിച്ച പോലെ നവീന്റെ ബർത്ത്ഡേക്കും എന്തെങ്കിലും കുഴപ്പങ്ങൾ നിങ്ങൾ ആരെങ്കിലും കാണിക്കില്ല എന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സാധാരണ എന്തെങ്കിലും നല്ല കാര്യങ്ങളുള്ളപ്പോ ചെയ്യാറുള്ളത് പോലെ കുഴപ്പമുണ്ടാക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ 3 പേരും വിവരം അറിയും. എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോ മാണിക്കുഞ്ഞെ. അതച്ഛൻ പറയണ്ട, നീ അത് ഞാൻ നോക്കിക്കോളാം. എന്താണ് നിക്കടി? ഇവരായി ഇവരുടെ ആഘോഷമായി. എന്താ ഉദയ, നീ പോന്നില്ലേ? സാധാരണ നിർമ്മല പോയാ നീയും പോവാറുള്ളതാണല്ലോ. അത് തന്നെ ഒരു ചേഞ്ച് ആവട്ടെ എന്ന് കരുതിയല്ലയാ. ഹലോ, പറയ കൃഷ്ണമോളെ. ഗോപാലമാമ, ഇന്ന് നവീന്റെ പിറന്നാളാ. തങ്കം പറഞ്ഞു. അത് നവീൻ എന്നോട് പറഞ്ഞത് ഈ പിറന്നാളിന്
നവീൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്റെ പിറന്നാൾ സമ്മാനാന്നാ. ഞാൻ അങ്ങനെ ഒരു സമ്മാനം കൊടുക്കുന്നത് ശരിയാണോ? അതിനെന്താ തെറ്റ്? ആ, നവീൻ ആഗ്രഹിക്കുന്നത് ഗാഥ വാങ്ങിച്ചു കൊടുക്കുന്ന സമ്മാനമല്ലേ? പകരക്കാരിയായ ഞാൻ അത് ചെയ്യുന്നത് എങ്ങനെയാന്നാ? മോളെ, നവീൻ സംസാരിക്കുന്നതും അടുത്തിടപഴകുന്നതും നിന്നോടാ, ഗാഥയോടല്ല. നിന്നോട് തന്നെയാണ് നവീന് സ്നേഹം. എന്തൊക്കെയാ ഈ പറയുന്നേ? അമ്മ പറയുന്ന പോലെ തന്നെ ഗോപാലമാമനെ പറയണോ? വിളിക്കുന്നതേ എന്നെ ഗാഥന്നാ. അടുത്തിരുന്ന് നവീൻ ചോദിക്കുന്നത് മമ്മിയുടെ വിശേഷങ്ങളാ. അതൊക്കെ ഗാഥയ്ക്ക് അർഹതപ്പെട്ടതല്ലേ? മോളിപ്പോ അതൊന്നും ആലോചിക്കണ്ട. കൂടെ കഴിയുന്ന മോളോട് ഏറ്റവും വിലപ്പെട്ട സമ്മാനം മോളുടേതാണെന്ന് നവീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മോളത് വാങ്ങിക്കൊടുക്കണം. അല്ലെങ്കിലേ നവീൻ അത് വേദനയാകും. മോളുടെ സ്ഥാനത്ത് ഗാഥ അവിടെ ഉണ്ടായിരുന്നാലും ഇത് ചെയ്യേണ്ടതല്ലേ? തൽക്കാലമേ അങ്ങനെ ചിന്തിച്ചാ മതി. മോള് പോയി നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിച്ച് നവീന് കൊടുക്ക്. ചെയ്യണം കേട്ടോ മോളെ? ആ, ആ, ശരി. ശരി മോളെ. മറ്റൊന്നുമില്ലെങ്കിലും എന്നോട് ഏറ്റവും കൂടുതൽ കാരുണ്യം കാണിക്കുന്ന മനുഷ്യനാ. നവീന്റെ ആഗ്രഹം നടക്കണം.